ഹായ്, ഗുഡ് മോർണിംഗ് ആൾ. എൻ്റെ പേര് ജാസ്മിൻ സൈജു. എനിക്ക് വയസ്സ് 55 കഴിഞ്ഞ് 56 വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ എൻ്റെ ജന്മനാ തന്നെ നട്ടലിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നട്ടലിൻ്റെ ജോയിൻറ്റുകൾ കണക്ഷൻ ചെയ്യുന്ന 2-3 ബോൺ ഇല്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതെന്തോന്ന് അറിയത്തില്ല. പക്ഷേ എനിക്ക് സംഭവം മക്കളെയൊക്കെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നട്ടെല്ലിൽ വളയാൻ തുടങ്ങി. വളഞ്ഞ് 3 എല്ല് വളഞ്ഞ് ഡിസ്ക് മുമ്പോട്ട് തള്ളിപ്പോയി. അപ്പോൾ എനിക്ക് കുനിയാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, പിന്നെ ഇങ്ങനെ നടക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. വേദന ഇങ്ങനെ ആൾറെഡി വേദന തന്നെ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി സർജറി പറഞ്ഞതാണ്. എന്നിട്ട് സർജറി ഒന്നും ചെയ്യാതെ കൊണ്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് ബെൽറ്റ് കെട്ടിയിരുന്നൊരു 15 വർഷം ബെൽറ്റ് കെട്ടിയപ്പോഴത്തേക്ക് എൻ്റെ വയറ് കൊണ്ട് ഒരു ലേബർ റൂമിലേക്ക് പോകുന്ന ഒരു ഗർഭിണിയുടെ അത്ര ഉണ്ട്. അപ്പോൾ ആ സംഭവം എന്ന് പറഞ്ഞാൽ അത് ഈ ബെൽറ്റ് കെട്ടിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഇനി കെട്ടരുത് എന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞ്. അപ്പോൾ അത് നിർത്തി. അപ്പോൾ എനിക്ക് ആകെ പ്രശ്നമായി, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നെ ഉള്ള ആകെ എക്സർസൈസ് എന്ന് പറയുന്നത്, ഞാൻ രാവിലെ 1 മണിക്കൂർ നല്ല രീതിയിൽ നടക്കും. 1 മണിക്കൂർ ഒരു 5 കിലോമീറ്റർ നല്ലപോലെ നടക്കും. അത് മാത്രമേ എന്നെക്കൊണ്ട് പറ്റൂ. കുനിയാൻ പറ്റത്തില്ല, കുത്തിയിരിക്കാൻ പറ്റത്തില്ല, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ. എന്തിന് കിടക്കുമ്പോൾ നൂന്ന് കിടന്നാൽ എൻ്റെ നട്ടല് തറയെ തട്ടത്തില്ല. കട്ടിലിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഒരു പോലെ ആവും. അതിൻ്റെ അടിയിൽ കൂടെ ഒരു തലയണ നോക്കി അപ്പുറത്ത് വയ്ക്കാം, അങ്ങനത്തെ സംഭവം. പിന്നെ ഞാൻ അങ്ങനെ ഇങ്ങ് പോവായിരുന്നു. അപ്പോഴാണ് ലീമ ചേച്ചിയാണ് എൻ്റെ അടുക്ക പറഞ്ഞത്, എടി സുരേഷ് സാറിൻ്റെ യോഗ ക്ലാസ്സിൽ കയറ്. അപ്പോൾ ഞാൻ ചേച്ചിയൊക്കെ പറഞ്ഞ് കുനിയാനും നൂരാനും വയ്യാത്ത ഞാൻ എവിടെ ചേച്ചി യോഗ ചെയ്യണം. അപ്പോൾ ചേച്ചി നീ ഒന്ന് കയറി നോക്ക് എന്ന് പറഞ്ഞു. എനിക്കൊരു 5% പോലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഒരു പ്രതീക്ഷയില്ല. ചേച്ചി പറഞ്ഞതിൻ്റെ പേരിൽ ഞാനങ്ങ് ചേർന്നതാണ്. പക്ഷേ സാറിൻ്റെ ക്ലാസ് ഒന്നൊന്നര ക്ലാസ്സാണ്. ഞാനത് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത സംഭവം സാറത് ചെയ്യും. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഒത്തിരിച്ച് ചെയ്ത് ഇപ്പം ഒരു 2 മാസം കഴിയുന്നതേ ഉള്ളൂ കഷ്ടിച്ച്. പക്ഷേ എൻ്റെ നട്ടലിൻ്റെ ഈ പ്രോബ്ലമുള്ള ഭാഗത്ത് നല്ലൊരു കുഴി ഉണ്ടായിരുന്നു. ഒരു നാരങ്ങ എടുത്ത് വയ്ക്കാം, അത്രയ്ക്കൊരു കുഴി ഉണ്ടായിരുന്നു. ഇപ്പം ആ കുഴി 3/4 ഭാഗവും പോയി. പിന്നെ എനിക്ക് കിടന്ന എൻ്റെ നട്ടൽ തറയിൽ തന്നെ തട്ടും. എനിക്ക് കുനിയാൻ പറ്റും, മൂരാൻ പറ്റും, കുത്തിയിരിക്കാൻ പറ്റും, ഈ യോഗ എല്ലാം ചെയ്യാൻ പറ്റും. സാറ് പറയണ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. ഒരെണ്ണം പോലും ഞാൻ മുടക്കുന്നില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു സംഭവം തന്നെ. താങ്ക് യു സാർ. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല സംഭവമാണ് സാറിൻ്റെ ഒരു ഇത്. സമയമെന്ന് പറഞ്ഞാൽ പിന്നെ സാറ് കൃത്യമാണ്. നമ്മൾ വാച്ചൊക്കെ പിടിച്ച് വയ്ക്കാം, നമ്മൾ താമസിച്ച് പോയാലും ഓക്കെ, സാറ് കറക്റ്റ് എത്തിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, എടി നീ ഫേസ് യോഗയ്ക്ക് കയറ്. ഞാൻ കയറണം, നീ കൂടെ കയറ്. ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്നാമത് എനിക്ക് നേരമില്ല, ഞാൻ കട അടച്ചെത്തുമ്പം സമയം കഴിയും, നീ എങ്ങനെയെങ്കിലും കയറടി എന്നും പറഞ്ഞ് എന്നെ പിടിച്ച് കയറ്റി. സംഭവം ഫേസ് യോഗ. അത് നോക്ക്, മുഖത്തൊക്കെ ഒരു ചുളുക്ക് പോലും കാണത്തില്ല. മുഖത്തൊക്കെ ഉള്ള ചുളുക്കൊക്കെ അങ്ങോട്ട് മാറും. എന്നിട്ട് രക്തോട്ടം അങ്ങോട്ട് വന്നിട്ട് മുഖത്തൊക്കെ വേറെ ഒരു ഫീലിംഗാണ്, എന്തോ പറയാൻ പറ്റത്തില്ല, നല്ലൊരു ഫീലിംഗാണ്. പിന്നെ നമ്മളെ ഈ കഴുത്തൊക്കെ ഇങ്ങനെ തൂങ്ങി വന്നിരിക്കുന്ന സംഭവങ്ങളൊക്കെ മാറിപ്പോകും. വളരെ കുറച്ച് ദിവസമായിട്ടുള്ളൂ. ഒരു 10-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഓക്കെ ആവും, എല്ലാം റെഡിയാവും. ഇത്രയ്ക്ക് നല്ല ഒരു വല്ലാത്തൊരു ഫീലിംഗാണ് ഈ പ്രൈസ് യോഗ എന്നൊക്കെ പറയണത്. അത് നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ചെയ്തിട്ടില്ല. ഞാനൊക്കെ ഇതൊക്കെ കണ്ടിട്ട് കൂടിയില്ല. അത് ഇപ്പോഴാണ് അതെല്ലാം ചെയ്യുന്നത്. ഇപ്പം നോക്ക്, എനിക്ക് ഇപ്പം എല്ലാ പ്രശ്നങ്ങളും മാറി. തുമ്മൽ, അലർജിയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. ശ്വാസം ഒക്കെ എടുക്കാനൊക്കെ ഒരു കുഴപ്പമില്ല. ഇപ്പോൾ പ്രാണായാമമൊക്കെ പറയുമ്പോഴത്തേക്ക് ഇരുന്ന് ഉറക്കമാണ്, ചെയ്ത് എന്നാലും അങ്ങ് ചെയ്യണം. അത്രയ്ക്ക് ഇതായിരുന്നു. എന്ന് വെച്ചാൽ നല്ല ഉറക്കം കിട്ടുകയാണ്. ഇപ്പം മറ്റേ ഉറക്കമൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ ഉറക്കം എല്ലാം എനിക്കിപ്പോൾ പക്കാണ്. എന്തായാലും സുരേഷ് സാറിൻ്റെ അടുക്ക നന്ദി പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മാറില്ല. നന്ദി സാർ.